നമസ്കാരം. ഇപ്പോൾ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനുള്ള മാനേജീരിയൽ എക്കണോമിക്സ് അല്ലെങ്കിൽ ബിസിനസ് എക്കണോമിക്സിൻ്റെ ക്ലാസ്സിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക് വി ആർ സ്റ്റാർട്ടിങ് വിത്ത് യൂട്ടിലിറ്റി അനാലിസിസ്. യൂട്ടിലിറ്റി അനാലിസിസിനെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ബിഫോർ ഗോയിങ് ടു ദ യൂട്ടിലിറ്റി അനാലിസിസ് ലെറ്റ് us അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് യൂട്ടിലിറ്റി. യൂട്ടിലിറ്റി എന്താണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ഭാഗമായിട്ട് ബന്ധപ്പെടുത്തിയാണ് മാർജിനൽ അനാലിസിസും നമ്മൾ വരുന്നുണ്ട്. അപ്പം എല്ലാം കൂടി ചേർത്തിട്ടാണ് ഞാൻ പറയുന്നത്, ശ്രദ്ധിച്ച് എല്ലാം കേട്ടണം. അപ്പോൾ യൂട്ടിലിറ്റി എന്ന് പറയുന്നതിന് മുമ്പ് വി ആർ ഓൾ കൺസ്യൂമേഴ്സ്. വി ആർ പർച്ചേസിങ് ഗുഡ്സ് ആൻഡ് സർവീസസ്. വി ആർ കൺസ്യൂമിങ് ഗുഡ്സ് ആൻഡ് സർവീസസ്. വൈ വി പർച്ചേസ് ദീസ് ഗുഡ്സ് ആൻഡ് സർവീസസ്? വി പർച്ചേസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ consumption. We are consuming those goods and services for satisfying our wants. ഇപ്പം നമ്മൾ സാധനങ്ങളും സേവനങ്ങളും വാങ്ങിച്ച് ഉപയോഗിക്കുന്നത് നമ്മുടെ വാണ്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം സപ്പോസ് എ മാൻ ഈസ് ഹംഗ്രി, ഹി ടേക്സ് ആൻ ആപ്പിൾ. ഞാൻ ഒരു ആപ്പിൾ കഴിക്കുന്നു. ദ ആപ്പിൾ ഹാസ് ദി പവർ ടു സാറ്റിസ്ഫൈ ഹിസ് വാണ്ട്. അയാളുടെ ആ വിശപ്പ് മാറ്റുക എന്നുള്ള ആ വാണ്ട് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള കപ്പാസിറ്റി ആപ്പിളിനുണ്ട്. അപ്പോൾ therefore ദി വാണ്ട് സാറ്റിസ്ഫൈയിങ് കപ്പാസിറ്റി ഓഫ് എ തിങ് ഈസ് കോൾഡ് യൂട്ടിലിറ്റി. ഇപ്പം നിങ്ങൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തു. ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന പറയുന്നത് നിങ്ങൾക്ക് മാനേജറൽ എക്കണോമിക്സ് അല്ലെങ്കിൽ ബിസിനസ് എക്കണോമിക്സ് പഠിക്കണം എന്നുള്ള താല്പര്യമാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ ആ ആവശ്യം, ആ പഠിക്കണമെന്നുള്ള ആവശ്യം സാധിച്ചു തരാൻ ഈ ക്ലാസ്സിന് കഴിയുന്നെങ്കിൽ അതിന് ആ ക്ലാസ്സിന് യൂട്ടിലിറ്റി ഉണ്ട്. അപ്പോൾ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി കപ്പാസിറ്റി ഓഫ് എ തിങ്, വെദർ ഇറ്റ് ഈസ് എ ഗുഡ് ഓർ എ സർവീസ്. ഒരു സാധനമായാലും സേവനമായാലും അതിനൊരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം ടു സാറ്റിസ്ഫൈ എ ഹ്യൂമൻ വാണ്ട്. ഹ്യൂമൻ വാണ്ട് സാറ്റിസ്ഫൈ ചെയ്യുന്ന കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അതിന് യൂട്ടിലിറ്റി ഉണ്ടെന്ന് പറയാം. therefore യൂട്ടിലിറ്റി ഈസ് ദി കപ്പാസിറ്റി ഓഫ് എ തിങ് ടു സാറ്റിസ്ഫൈ എ ഹ്യൂമൻ വാണ്ട്. അതാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഈ യൂട്ടിലിറ്റി തന്നെ രണ്ട് അപ്രോച്ച് ഉണ്ട്. യൂട്ടിലിറ്റി ഹാസ് ടു അപ്രോച്ചസ്. നമ്മൾ യൂട്ടിലിറ്റിയെ കുറിച്ചാണ് പറഞ്ഞത്. യൂട്ടിലിറ്റി ഹാസ് ടു അപ്രോച്ചസ്. ദാറ്റ് ഈസ് first one is cardinal approach and the second one is ordinal approach. ഈ രണ്ട് അപ്രോച്ചസ് യൂട്ടിലിറ്റിയെ സംബന്ധിച്ചുണ്ട്. രണ്ട് തരം തിയറീസ് ഉണ്ട്. അപ്പോൾ അക്കോർഡിംഗ് ടു ദീസ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് വാസ് ഡെവലപ്ഡ് ബൈ ആൽഫ്രഡ് മാർഷൽ. നമ്മൾ നേരത്തെ പഠിച്ച ആൽഫ്രഡ് മാർഷൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയോ ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ആൽഫ്രഡ് മാർഷൽ. അപ്പോൾ ആൽഫ്രഡ് മാർഷലിന്റെ തിയറിയാണ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്. And the ordinal utility analysis was developed by J.R. Hicks, Allen, etc. ഈ ഹിക്സ്, അലൻ തുടങ്ങിയവരാണ് ഈ ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ഡെവലപ്പ് ചെയ്തത്. ഈ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസും ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസും തമ്മിലുള്ള വ്യത്യാസം എന്താണ് മനസ്സിലാക്കണം. അക്കോർഡിംഗ് ടു ദി കാർഡിനൽ അനാലിസിസ്, യൂട്ടിലിറ്റി ക്യാൻ ബി മെഷേർഡ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ടേംസ് ഓർ ഇൻ കാർഡിനൽ നമ്പേഴ്സ്. 1, 2, 3, 4 ഇങ്ങനെ നമ്പേഴ്സ് നമുക്ക് യൂട്ടിലിറ്റിയെ മെഷർ ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾക്ക് ഒരു സാധനം കൺസ്യൂം ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എത്ര ആണ്, അത് ദാറ്റ് ഈസ് മെഷേർഡ് ഇൻ യൂട്ടിൽസ് എന്ന് പറഞ്ഞ യൂട്ടിലാണ് മെഷർ ചെയ്യുന്നതെന്ന് പറയുന്നത്. യൂട്ടിൽസ്. ഒരു ആപ്പിൾ കൺസ്യൂം ചെയ്തപ്പോൾ ഒരാളിന് 10 യൂട്ടിൽസ് കിട്ടി, 10 യൂട്ടിലിറ്റി കിട്ടി എന്ന് പറയാം എന്നാണ് കാർഡിനൽ അപ്രോച്ചുകാർ പറയുന്നത്. അല്ലെങ്കിൽ രണ്ടാമതൊരു ആപ്പിൾ കൺസ്യൂം ചെയ്തപ്പോൾ അതിൽ നിന്ന് കിട്ടിയ യൂട്ടിലിറ്റി 8 ആണ്, അല്ലെങ്കിൽ അതാ പറഞ്ഞത്. അപ്പം യൂട്ടിലിറ്റിയെ മെഷർ ചെയ്യാൻ കഴിയും. അക്കോർഡിംഗ് ടു ദ കാർഡിനൽ അപ്രോച്ച്, യൂട്ടിലിറ്റി ക്യാൻ ബി മെഷേർഡ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ടേംസ് ഓർ ഇൻ കാർഡിനൽ നമ്പേഴ്സ്. ദാറ്റ് ഈസ് ദി പെക്യുലാരിറ്റി ഓഫ് ദിസ് കാർഡിനൽ അനാലിസിസ്. അപ്പോൾ ഈ കാർഡിനൽ അനാലിസിൽ തന്നെ രണ്ട് ലോസ് ഉണ്ട് യൂട്ടിലിറ്റിയെ സംബന്ധിച്ച്. ദാറ്റ് ഈസ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ആൻഡ് ലോ ഓഫ് ഇക്വി മാർജിനൽ യൂട്ടിലിറ്റി. ഇങ്ങനെ രണ്ട് ലോസ് ഉണ്ട് ഈ കാർഡിനൽ യൂട്ടിലിറ്റിയെ സംബന്ധിച്ച്. But cardinal utility is based on the assumption that utility can be measured in quantitative terms or in cardinal numbers, and it has two laws, that is law of diminishing marginal utility and law of equal marginal utility. ഇതാണ് കാർഡിനൽ അനാലിസിസ്. ആൽഫ്രഡ് മാർഷലിൻ്റെതാണ്. യൂട്ടിലിറ്റിയിൽ മെഷർ ചെയ്യാൻ കഴിയും, നമ്പറായിട്ട് മെഷർ ചെയ്യാൻ കഴിയുന്നത്. ബട്ട് അക്കോർഡിംഗ് ടു ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്, ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു J.R. Hicks, Allen, etc., utility cannot be measured in quantitative terms or in cardinal numbers.
ഒരാൾക്ക് ഒരു സാധനം കൺസ്യൂം, ഇപ്പോൾ നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ ക്ലാസ്സിൽ നിന്ന് കിട്ടിയ യൂട്ടിലിറ്റി 50 യൂണിറ്റ് യൂട്ടിലിറ്റി കിട്ടി, അല്ലെങ്കിൽ 50 യൂട്ടിലിറ്റി കിട്ടി എന്ന് പറയാൻ കഴിയുമെന്നാണ് ആൽഫ്രഡ് മാർഷൽ കാർഡിനൽ അനാലിസിൽ പറയുന്നത്. ബട്ട് അക്കോർഡിംഗ് ടു ദി ഓർഡിനൽ അനാലിസിസ് അതിൽ പറയുന്നത് ദി യൂട്ടിലിറ്റി ദാറ്റ് എ പേഴ്സൺ ഗെറ്റ്സ് ഫ്രം ദി കൺസംഷൻ ഓഫ് എ ഗുഡ് cannot be measured in quantitative terms or in cardinal terms, but it can be compared. അതിനെ കമ്പയർ ചെയ്യും. ഇപ്പോൾ ആദ്യത്തെ ആപ്പിൾ കഴിച്ചപ്പോൾ കിട്ടിയ സാറ്റിസ്ഫാക്ഷനേക്കാൾ കുറവാണ് രണ്ടാമത്തെ ആപ്പിൾ കഴിച്ചപ്പോൾ കിട്ടിയത്, അല്ലെങ്കിൽ രണ്ടാമത്തെ ആപ്പിളിൽ നിന്ന് കിട്ടിയതിനേക്കാൾ കൂടുതലാണ് ആദ്യത്തെ ആപ്പിളിൽ നിന്ന് കിട്ടിയ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ യൂട്ടിലിറ്റി എന്ന് പറയാൻ കഴിയും എന്നാണ് പറയുന്നത്. എന്നല്ലാതെ അത് അളക്കാൻ കഴിയില്ല, ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ അളക്കാൻ കഴിയില്ല എന്നാണ് ഓർഡിനൽ അനാലിസിസുകാർ പറയുന്നത്. ഓർഡിനൽ അനാലിസിസിൽ പറയുന്നത് യൂട്ടിലിറ്റി കനോട്ട് ബി മെഷേർഡ് ബട്ട് ഇറ്റ് ക്യാൻ ബി കമ്പയർഡ്. യൂട്ടിലിറ്റിയെ കമ്പയർ ചെയ്യാം, പക്ഷെ മെഷർ ചെയ്യാൻ കഴിയത്തില്ല. കാർഡിനൽ അനാലിസിസ് പറയുന്നത് മെഷർ ചെയ്യാം, നമ്പറായിട്ട് മെഷർ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്ത് പഠിക്കാനുള്ളത് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയാണ്. ബാക്കി കാര്യങ്ങളെ കുറിച്ച് വിശദമായിട്ട് വേണ്ട, നമുക്ക് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയെ കുറിച്ചാണ് പഠിക്കേണ്ടത്. അത് നമുക്ക് നോക്കാം. അപ്പോൾ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി, ദിസ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ലോസ് ഓഫ് കൺസംഷൻ. കൺസംഷനോട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ലോ ആണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. This law has been developed on the basis of the assumption that utility can be measured. അതാണ് ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൺസംഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ലോ ആണ്. And this law was developed by Alfred Marshall. And the law states that as a person consumes more and more units of a commodity, as a person consumes more and more units of the same commodity, the satisfaction from the additional units goes on diminishing. അഡീഷണൽ യൂണിറ്റ്സിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഡിമിനിഷ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അതായത് അഡീഷണൽ യൂണിറ്റിനെയാണ് നമ്മൾ മാർജിനൽ യൂണിറ്റ്സ് അല്ലെങ്കിൽ അഡീഷണൽ യൂണിറ്റിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ആണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ മാർജിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷണൽ എന്ന് തന്നെ അർത്ഥം. അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി ഉണ്ട്, മാർജിനൽ കോസ്റ്റ് ഉണ്ട്, മാർജിനൽ റവന്യൂ ഉണ്ട്. ഇതെല്ലാം നമ്മൾ പിന്നീട് പഠിക്കുന്നതാണ്. അപ്പോൾ എവിടെ മാർജിനൽ വന്നു കഴിഞ്ഞാലും അത് അഡീഷണൽ ആണെന്നുള്ളതാണ്. അഡീഷണൽ. അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി ഡിമിനിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷണൽ യൂട്ടിലിറ്റി ഡിമിനിഷ് ചെയ്യും. ഇതാണ് ഇതിലോ വളരെ സിമ്പിളാണ്. അപ്പോൾ ആൽഫ്രഡ് മാർഷൽ സ്റ്റേറ്റ്സ് ദാറ്റ് ആസ് എ പേഴ്സൺ കൺസ്യൂംസ് മോർ ആൻഡ് മോർ യൂണിറ്റ്സ് ഓഫ് ദി സെയിം കമ്മോഡിറ്റി, ദി സാറ്റിസ്ഫാക്ഷൻ ദ പേഴ്സൺ ഗെറ്റ്സ് ഫ്രം ദി അഡീഷണൽ യൂണിറ്റ്സ് ഗോസ് ഓൺ ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് മാർജിനൽ യൂട്ടിലിറ്റി. അഡീഷണൽ യൂട്ടിലിറ്റി നിന്ന് സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി പറയുന്നത്. സപ്പോസ് നമ്മളൊരു എക്സാമ്പിളോട് പറയാം. സപ്പോസ് എ പേഴ്സൺ ഇസ് കൺസ്യൂമിങ് ആപ്പിൾസ്. ഒരു ആപ്പിൾ കൺസ്യൂം ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ് പറയുന്നത്, കൺസംഷൻ. അയാൾക്ക് കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റി, അതിൽ നിന്ന് കിട്ടുന്ന ടോട്ടൽ യൂട്ടിലിറ്റി. സപ്പോസ് എ ഹാംഗ്രി പേഴ്സൺ ഈസ് ഗോയിങ് ടു കൺസ്യൂം ആപ്പിൾ. വിശപ്പുള്ള ഒരു മനുഷ്യന് ആപ്പിൾ കഴിക്കാൻ പോവാം. When he consumes the first apple, ഒന്നാമത്തെ ആപ്പിൾ കൺസ്യൂം ചെയ്യുന്ന സമയത്ത് സപ്പോസ് he is getting 25 units of utility, 25 യൂട്ടിലിറ്റി കിട്ടുന്നുണ്ടായിരുന്നു. Then the total utility is 25 units. 25 തന്നെ. മാർജിനൽ യൂട്ടിലിറ്റി, അഡീഷണൽ യൂട്ടിലിറ്റി എല്ലാം അത് തന്നെ. മാർജിനൽ യൂട്ടിലിറ്റിയും ടോട്ടൽ യൂട്ടിലിറ്റിയും അത് തന്നെ. After consuming that, he consumed the second one. രണ്ടാമതൊരു ആപ്പിൾ കൺസ്യൂം ചെയ്യുന്നു. According to Alfred Marshall, the satisfaction or the utility from the additional unit will decline. രണ്ടാമത്തെ യൂണിറ്റിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ കുറയുമെന്നാണ് പറയുന്നത്. അപ്പം ഈ 25 താഴെ സപ്പോസ് ഈസ് ഗെറ്റിംഗ് ഓൺലി 20 യൂണിറ്റ്സ്, 20 യൂണിറ്റ് യൂട്ടിലിറ്റി കിട്ടുന്നുള്ളൂ. അപ്പം മാർജിനൽ യൂട്ടിലിറ്റി ഇതാണ്. ഇത് അഡീഷണൽ യൂട്ടിലിറ്റി കിട്ടുന്നത്. ദിസ് ഈസ് മാർജിനൽ യൂട്ടിലിറ്റി. മാർജിനൽ യൂട്ടിലിറ്റി അഡീഷൻ. ഇപ്പൊ നമുക്ക് ഇതിന്റെ ടോട്ടൽ യൂട്ടിലിറ്റി എത്ര നോക്കാം. ഇപ്പൊ ഇത് 45 ആയി ഉണ്ടോ. ആദ്യം 25 യൂണിറ്റ് ടോട്ടൽ ആയിരുന്നു. ആ ടോട്ടൽ യൂണിറ്റ് 20 കൂടെ വന്നു. അപ്പൊ 45 യൂണിറ്റ്. അപ്പൊ ഈ മാർജിനൽ യൂട്ടിലിറ്റിയാണ് ഈ കാണുന്നത്. ഈ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് മാർജിനൽ യൂട്ടിലിറ്റി അഡീഷൻ ടു ടോട്ടൽ യൂട്ടിലിറ്റി. ടോട്ടൽ യൂട്ടിലിറ്റിയോട് വരുന്ന അഡീഷണൽ യൂട്ടിലിറ്റിയാണ്. ഈ അഡീഷണൽ യൂട്ടിലിറ്റി വരാൻ കാരണം എന്താ? അഡീഷൻ ടു ടോട്ടൽ യൂട്ടിലിറ്റി കോസ്റ്റ് ബൈ കൺസ്യൂമിങ് 1 more യൂണിറ്റ് ഓഫ് ദ കമ്മോഡിറ്റി. ആ കമ്മോഡിറ്റിയുടെ 1 യൂണിറ്റ് കൂടെ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റിയോട് ആഡ് ചെയ്യുന്ന ആ യൂട്ടിലിറ്റിയാണ് നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് അഡീഷണൽ യൂട്ടിലിറ്റിയാണ്. മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ദി അഡീഷൻ ടു ടോട്ടൽ യൂട്ടിലിറ്റി. ടോട്ടൽ യൂട്ടിലിറ്റിയോട് ആഡ് ചെയ്യും. ഇപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി 25 ആയിരുന്നല്ലോ, അതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്തു ഒരു യൂട്ടിലിറ്റി 20, അതൊരു 45. അഡീഷൻ ടു ടോട്ടൽ യൂട്ടിലിറ്റിയോട് ആഡ് ചെയ്യുന്നു. അഡീഷൻ ടു ടോട്ടൽ യൂട്ടിലിറ്റി
കോസ്റ്റ് ബൈ ആഡ് ചെയ്യാൻ കാരണം എന്താ, കോസ്റ്റ് ബൈ കൺസ്യൂമിങ് 1 more യൂണിറ്റ് ഓഫ് ദ കമ്മോഡിറ്റി. ആ കമ്മോഡിറ്റി 1 യൂണിറ്റ് കൂടെ കൺസ്യൂം ചെയ്തപ്പോൾ അതിൽ ടോട്ടൽ യൂട്ടിലിറ്റിയുടെ ആഡ് ചെയ്യുന്ന യൂട്ടിലിറ്റിയാണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അതായത് മാർജിനൽ യൂട്ടിലിറ്റി ഇസ് ദ അഡീഷണൽ യൂട്ടിലിറ്റി ആണ്. അപ്പം അഡീഷണൽ യൂട്ടിലിറ്റി ഡിക്ലൈൻ ചെയ്തു, 20 കുറഞ്ഞു. അപ്പൊ ടോട്ടൽ യൂട്ടിലിറ്റി 45 അടുത്ത മൂന്നാമതൊരു എണ്ണം കൺസ്യൂം ചെയ്തു. സപ്പോസ് ദ യൂട്ടിലിറ്റി ഹി ഗെറ്റ്സ് ഫ്രം ദി തേർഡ് ആപ്പിൾ ഈസ് 10 units, 10 യൂണിറ്റ് കിട്ടുന്നുള്ളൂ. അപ്പൊ ഇവിടെ അഡീഷണൽ യൂട്ടിലിറ്റി കിട്ടുന്ന യൂട്ടിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുക, മാർജിൻ കുറഞ്ഞാൽ മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ടോട്ടൽ യൂട്ടിലിറ്റി വിൽ ബി 55, ടോട്ടൽ യൂട്ടിലിറ്റി 55 ആയി. സപ്പോസ് വി കൺസ്യൂം ദ ഫോർത്ത് ആപ്പിൾ, നാലാമത്തെ ആപ്പിൾ കൺസ്യൂം ചെയ്ത് ദ യൂട്ടിലിറ്റി 0, അതായത് 0 ആയിരിക്കും കിട്ടുന്ന യൂട്ടിലിറ്റി എന്ന് സങ്കല്പിക്കുക. ദെൻ ദി ടോട്ടൽ യൂട്ടിലിറ്റി വിൽ ബി 55 തന്നെയായിരിക്കും ടോട്ടൽ യൂട്ടിലിറ്റി. സപ്പോസ് അഗൈൻ ഹി ഈസ് കൺസ്യൂമിങ് 1 more, ഒരെണ്ണം കൂടെ വീണ്ടും കൺസ്യൂം ചെയ്യുക എന്ന് വിചാരിക്കുക. അങ്ങനെ 5th ആപ്പിൾ കൺസ്യൂം ചെയ്യുന്നതുകൊണ്ട് ഹിസ് യൂട്ടിലിറ്റി വിൽ ബി നെഗറ്റീവ് -10 ആവും യൂട്ടിലിറ്റി. ദെൻ ദി ടോട്ടൽ യൂട്ടിലിറ്റി വിൽ ബി 45. ടോട്ടൽ യൂട്ടിലിറ്റി കുറഞ്ഞു, ടോട്ടൽ യൂട്ടിലിറ്റി 45 ആയി. അപ്പൊ 55 നിന്ന് 55 10 എന്നുള്ള അത് ആഡ് 55 -10 ആഡ് ചെയ്യുമ്പോൾ 45 ആയി. അപ്പൊ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഒരേ സാധനത്തിന്റെ തന്നെ ഇപ്പൊ ആപ്പിൾ കൺസ്യൂം ചെയ്തിട്ട് പിന്നെ ഓറഞ്ച് കൺസ്യൂം ചെയ്യുക, അല്ലെങ്കിൽ വേറെ സാധനം കൺസ്യൂം ചെയ്താൽ മാർജിനൽ യൂട്ടിലിറ്റി ഡിക്ലൈൻ ചെയ്യണമെന്നില്ല, അഡീഷണൽ പിന്നെ യൂട്ടിലിറ്റി ഡിക്ലൈൻ ചെയ്യണമെന്നില്ല. അപ്പൊ ഇത് ഒരേ സാധനം തന്നെ കൺസ്യൂം ചെയ്യാം. ആദ്യം ഒരു ആപ്പിൾ കൺസ്യൂം ചെയ്തു, രണ്ടാമത്തെ ആപ്പിൾ കൺസ്യൂം ചെയ്തു, മൂന്നാമത്തെ ആപ്പിൾ കൺസ്യൂം ചെയ്തു, നാലാമത്തെ, അഞ്ചാമത്. അങ്ങനെ ആദ്യത്തിൽ നിന്ന് 25 യൂട്ടിലിറ്റി കിട്ടിയെങ്കിൽ രണ്ടാമത്തിൽ നിന്ന് 20 യൂണിറ്റ് കിട്ടുന്നില്ല. അപ്പൊ അഡീഷണൽ ആയിട്ട് കിട്ടിയ യൂട്ടിലിറ്റി കുറഞ്ഞു, ഇവിടെ ടോട്ടൽ യൂട്ടിലിറ്റി കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പം ടോട്ടൽ യൂട്ടിലിറ്റി വിൽ ബി മാക്സിമം, ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമം ആയിരിക്കും വെൻ മാർജിനൽ യൂട്ടിലിറ്റി 0. മാർജിനൽ യൂട്ടിലിറ്റി 0 എത്തുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമം ആയിരിക്കും. ബട്ട് ടോട്ടൽ യൂട്ടിലിറ്റി വിൽ ഡിക്ലൈൻ, ടോട്ടൽ യൂട്ടിലിറ്റി കുറയും വെൻ മാർജിനൽ യൂട്ടിലിറ്റി ഈസ് നെഗറ്റീവ്. മാർജിനൽ യൂട്ടിലിറ്റി നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ ടോട്ടൽ യൂട്ടിലിറ്റി കുറയും. ഇതാണ് ഈ ലോ. ഇത്രയും വളരെ സിമ്പിളാണ്. അപ്പോൾ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ലോസ് ഓഫ് കൺസംപ്ഷൻ ഡെവലപ്ഡ് ബൈ ആൽഫ്രഡ് മാർഷൽ. ദിസ് തിയറി ഈസ് based on the assumption that utility can be measured in quantitative terms or in cardinal terms. According to Marshall, if a person consumes more and more units of a same commodity continuous ആയിട്ട്, അല്ലാതെ ഇന്നൊരു ആപ്പിൾ കഴിച്ചാൽ നാളെ ഒരു ആപ്പിൾ കഴിച്ചാൽ അത് പറയത്തില്ല, കണ്ടിന്യൂസ് ആയിരിക്കണം അത്. If a person consumes more and more units of the same commodity continuously, the satisfaction he gets from the additional units will go on declining. അഡീഷണൽ യൂട്ടിലിറ്റി സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും. അതിന്റെ എക്സാമ്പിൾ നമ്മൾ എഴുതിയിരിക്കുന്നത് ഒരാൾ ഒരു ആപ്പിൾ കൺസ്യൂം ചെയ്തതിനെ കുറിച്ച്. അപ്പോൾ നമ്മൾ ഇതൊരു ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഒരു കർവ് കിട്ടും. മാർജിനൽ യൂട്ടിലിറ്റിയെ കുറിച്ചും ടോട്ടൽ യൂട്ടിലിറ്റിയും കാണിക്കുന്ന ഒരു കർവ് കിട്ടും. അത് നമുക്കൊന്ന് വരച്ചു നോക്കാം. അപ്പോൾ ഗ്രാഫിക് റെപ്രസെന്റേഷൻ ഓഫ് ദി ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ഗിവൺ ഹിയർ. നമ്മൾ നേരത്തെ ഒരു ടേബിൾ കാണിച്ചല്ലോ. അതായത് മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, ടോട്ടൽ യൂട്ടിലിറ്റി കൂടിക്കൊണ്ടിരിക്കുന്നു. മാർജിനൽ യൂട്ടിലിറ്റി നെഗറ്റീവ് ആകുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി മാക്സിമം ആയിരിക്കും. മാർജിനൽ യൂട്ടിലിറ്റി 0 ആകുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമം ആയിരിക്കും. മാർജിനൽ യൂട്ടിലിറ്റി നെഗറ്റീവ് ആകുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി ഡിക്ലൈൻ ചെയ്യും. അതിനെ കാണിച്ചുകൊണ്ടുള്ളൊരു ഡയഗ്രമാണ്. നമ്മൾ along the x axis consumption or number of units consumed is measured and along the y axis utility is measured. യൂട്ടിലിറ്റി മെഷർ ചെയ്ത് അപ്പോൾ ടേബിളിനകത്ത് ആദ്യത്തുള്ള ഒന്നാമത്തെ ആപ്പിൾ കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു യൂട്ടിലിറ്റി ഉണ്ട്. രണ്ടാമത്തെ ആപ്പിൾ കൺസ്യൂം ചെയ്ത് മാർജിനൽ യൂട്ടിലിറ്റി കുറയുന്നു. അതാണ് നമ്മൾ ആദ്യം വരയ്ക്കുന്നത്. അവൻ he consumed the first apple, he got 25 units of utility. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ആപ്പിളിന്റെ 25 നേരെ ഒരു പോയിന്റ് എടുത്തു. അപ്പോൾ രണ്ടാമത്തെ ആപ്പിൾ കൺസ്യൂം ചെയ്തപ്പോൾ he got 20 units of utility. 20 units utility അതിനെ നേരെ എടുത്തു. അടുത്ത മൂന്നാമത്തെ ആപ്പിൾ ആകുമ്പോൾ 10 units. നാലാമത്തെ ആപ്പിൾ ആകുമ്പോൾ 0 units. അഡീഷണൽ യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി 0 ആണ്. അഞ്ചാമത്തെ ആപ്പിൾ കൺസ്യൂം ചെയ്യുമ്പോൾ he got only നെഗറ്റീവ് യൂട്ടിലിറ്റി -10 ആണ്. അപ്പോൾ അതെല്ലാം കൂടെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു കർവ് കിട്ടും. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ആണ്. ദാറ്റ് ഈസ് മാർജിനൽ യൂട്ടിലിറ്റി കർവ്. അപ്പോൾ ആദ്യം നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി മെഷർ ചെയ്തു. മാർജിനൽ യൂട്ടിലിറ്റി ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. കാരണം അഡീഷണൽ യൂണിറ്റ്സിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞു വരികയാണ്. പിന്നെ അഞ്ചാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ നെഗറ്റീവ് സാറ്റിസ്ഫാക്ഷൻ ആണ് കിട്ടുന്നത്. അടുത്തത് നമ്മൾ ടോട്ടൽ യൂട്ടിലിറ്റി മെഷർ ചെയ്യാം. ടോട്ടൽ യൂട്ടിലിറ്റി ഫസ്റ്റിൽ നിന്ന് കിട്ടിയത് 25 തന്നെയാണ്. സെക്കൻഡിൽ നിന്ന് കിട്ടിയത് 45, സെക്കൻഡ് ആപ്പിൾ നിന്ന് കിട്ടിയത് 45, തേർഡ് ആപ്പിൾ നിന്ന് കിട്ടിയത് 55, ഫോർത്ത് ആപ്പിൾ നിന്ന് കിട്ടിയത് 55, ഫിഫ്ത്ത് ആപ്പിൾ നിന്ന് കിട്ടിയത് 45 ആയിട്ട് വീണ്ടും കുറഞ്ഞു. എന്ന് പറഞ്ഞാൽ മാർജിനൽ യൂട്ടിലിറ്റി ഈസ് 0. മാർജിനൽ യൂട്ടിലിറ്റി ഇവിടെ 0 ആണല്ലോ. ഇവിടെ 0 ആണ് മാർജിനൽ യൂട്ടിലിറ്റി. When marginal utility is 0, total utility will be the maximum. And when marginal utility is negative, marginal utility ഇവിടെ നെഗറ്റീവ് ആയിട്ട് വന്നു. അപ്പോൾ ഡയഗ്രത്തിൽ y അക്ഷം താഴെയുള്ള ഭാഗം നെഗറ്റീവ് ആണ്. അപ്പോൾ ഈ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ
ടോട്ടൽ യൂട്ടിലിറ്റി ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കും. ദിസ് ഇസ് ദ പെക്യുലിയറിറ്റി ഓഫ് ദിസ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റി. When a person consumes more and more units of a same commodity continuously, the satisfaction on the additional units will go on decrease ചെയ്തുകൊണ്ടിരിക്കും. At the same time, margin utility will be increasing. Total utility will be increasing. Total utility increase ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ when margin utility is 0, total utility will be the maximum. അല്ലെങ്കിൽ മാർജിൻ യൂട്ടിലിറ്റി നെഗറ്റീവ് ആകുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി ഡിക്ലൈൻ ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഈ ഡയഗ്രാം. അതായത് ഈ രീതിയിലാണ് ഈ ഡയഗ്രാം വരയ്ക്കുന്നത്. അപ്പോൾ ഈ തിയറി എന്ന് പറയുന്ന ചില അസംഷൻ ഉണ്ട് ഇതിൻ്റെ പിന്നിൽ. ദെയർ ആർ സർട്ടൻ അസംഷൻസ് ബിഹൈൻഡ് ദിസ് തിയറി. അതായത് ഒന്നാമത്തെ അസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിന് ലിമിറ്റേഷൻസ് എന്ന് പറയും. ഇതിൻ്റെ ഒന്നാമത്തെ അസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസംഷൻ മസ്റ്റ് ബി കണ്ടിന്യൂസ്. കൺസംഷൻ കണ്ടിന്യൂസ് ആയിരിക്കണം. ഒരു ആപ്പിൾ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ രണ്ടാമത്തെ കഴിക്കണം. കൺസംഷൻ മസ്റ്റ് ബി കണ്ടിന്യൂസ്. കൺസംഷൻ കണ്ടിന്യൂസ് ആയിരിക്കണം. And the quantity consumed must be homogeneous. The item consumed must be homogeneous in quantity and quality. ഈ സാധനം ഉപയോഗിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും ഒരുള്ളതായിരിക്കണം. ഇറ്റ് ഷുഡ് നോട്ട് ബി ടു ലാർജ് ഓർ ടു സ്മാൾ. ഇപ്പോൾ ഒരു വലിയ ആപ്പിൾ ആദ്യം കഴിച്ചു, രണ്ടാമത് ചെറിയ ആപ്പിൾ കഴിച്ചു, അങ്ങനെയല്ല വരാം. അല്ലെങ്കിൽ ഒരു ചെറിയ ആപ്പിൾ ആദ്യം കഴിച്ചു, രണ്ടാമത് വലിയ ആപ്പിൾ കഴിച്ചു, അങ്ങനെ വരാൻ പാടില്ല. ഈ ഉപയോഗിക്കുന്ന സാധനം ഏത് സാധനമായാലും അത് ഹോമോജീനിയസ് ആയിരിക്കണം. The item must be homogeneous in quantity and quality. ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും. ആദ്യം ഒരു കേടായ ആപ്പിൾ കഴിച്ചു, പിന്നെ നല്ല ആപ്പിൾ കഴിച്ചു കഴിഞ്ഞാൽ യൂട്ടിലിറ്റി കൂടുതലേ ഉള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാണല്ലോ വരുന്നത്. അപ്പോൾ അത് പാടില്ല. എല്ലാ സാധനങ്ങളും, കഴിക്കുന്ന സാധനങ്ങൾ എല്ലാ യൂണിറ്റുകളും, അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന സാധനത്തിൻ്റെ എല്ലാ യൂണിറ്റും ഒരുപോലുള്ളതായിരിക്കണം. അതാണ് രണ്ടാമത്തെ അസംഷൻ പറയുന്നത്. അപ്പോൾ കൺസംഷൻ മസ്റ്റ് ബി കണ്ടിന്യൂസ്. കൺസംഷൻ കണ്ടിന്യൂസ് ആയിരിക്കണം. രണ്ടാമത്തെ അസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മസ്റ്റ് ബി ഐഡന്റിക്കൽ ഇൻ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി. ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും ഐഡന്റിക്കൽ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ മാർജിനൽ യൂട്ടിലിറ്റി ഡിക്ലൈൻ ചെയ്യത്തുള്ളൂ. പിന്നെ അടുത്ത ഒരു അസംഷൻ എന്ന് പറയാം, ദിസ് ലോ ഇസ് നോട്ട് ആപ്ലിക്കബിൾ ഇൻ സർട്ടൻ കേസസ് ലൈക്ക് മണി. പണത്തിന്റെ കേസിൽ ഇത് ആപ്ലിക്കബിൾ അല്ല എന്ന് പറയുന്നത് വരികയില്ല. പേഴ്സൺ ഗെറ്റ്സ് മോർ ആൻഡ് മോർ മണി, ഈ സാറ്റിസ്ഫാക്ഷൻ ഓൺലി ഇൻക്രീസസ്. അയാളുടെ സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്തേ ഉള്ളൂ, ഡിക്രീസ് ചെയ്യത്തില്ല. യൂട്ടിലിറ്റി അതിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ പ്രഷ്യസ് മെറ്റൽസ്, പ്രഷ്യസ് മെറ്റീരിയൽസ് കിട്ടിക്കഴിയുമ്പോൾ, ഗോൾഡ് അതുപോലുള്ള പ്രഷ്യസ് മെറ്റീരിയൽസ് ഒരാൾ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ വേണമെന്ന് പറഞ്ഞാൽ ദിസ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഇൻ ദ കേസ് ഓഫ് ഡ്രങ്കാർഡ്സ്. മദ്യപിക്കുന്ന ആൾക്കാർക്ക് ഇത് ബാധകമല്ല. കാരണം വെൻ ഹി ടേക്സ് മോർ ആൻഡ് മോർ യൂണിറ്റ്സ് ഓഫ് ലിക്കർ, ഹി സാറ്റിസ്ഫാക്ഷൻ ഓൺലി ഇൻക്രീസസ്. അതിന്റെ സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്തേ ഉള്ളൂ, യൂട്ടിലിറ്റി അതിൽ നിന്ന് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത്തരം കേസുകളിൽ ഇത് ബാധകമല്ല. അപ്പം ഇതിന് അതിന്റെ അസംഷൻ എന്ന് പറഞ്ഞാൽ കൺസംഷൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിരിക്കണം. കൺസ്യൂം ചെയ്യുന്ന സാധനങ്ങൾ ഒരേ തരത്തിലുള്ളതായിരിക്കണം, ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും. അതുപോലെ തന്നെ അത് തീരെ കുറവാനും പാടില്ല, കൂടുതലാകും. ഇപ്പോൾ വെള്ളം കുടിക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു, ആദ്യത്തെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു, രണ്ടാമത്തെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ യൂട്ടിലിറ്റി അതിൽ നിന്ന് കുറയും. അപ്പോൾ ഒരാൾ ദാഹിച്ചു വരുന്ന ആളിന് സ്പൂണിലാണ് വെള്ളം കൊടുക്കുന്നതെങ്കിൽ ആദ്യത്തെ ഒരു സ്പൂൺ കുടിച്ചു, രണ്ടാമത്തെ സ്പൂൺ കുടിക്കുമ്പോൾ അതിൻ്റെ യൂട്ടിലിറ്റി കൂടുതലേ ഉള്ളൂ. അപ്പോൾ അത് അത്ര ചെറുതുമാകാൻ പാടില്ല, അത്ര വലുതുമാകാൻ പാടില്ല യൂണിറ്റ്. അത് ഐഡന്റിക്കൽ ആയിരിക്കണം എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും ഐഡന്റിക്കൽ ആയിരിക്കണം. ഇറ്റ് ഷുഡ് നോട്ട് ബി ടു സ്മാൾ ഓർ ടു ബിഗ്. വളരെ ചെറുതുമാകാൻ പാടില്ല, വളരെ വലുതുമാകാൻ പാടില്ല. അപ്പോൾ കണ്ടിന്യൂസ് ആയിരിക്കണം. ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും ഹോമോജീനിയസ് ആയിരിക്കണം. അതുപോലെ ദിസ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഇൻ ദ കേസ് ഓഫ് ഡ്രങ്കാർഡ്സ്. മദ്യപാനികളുടെ കേസിൽ ഇത് ബാധകമല്ല. അതുപോലെ ദിസ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഇൻ ദ കേസ് ഓഫ് അക്വയറിംഗ് മണി. പണം കിട്ടുന്നതിനകത്ത് ഇത് ബാധകമല്ല. അതുപോലെ തന്നെ പ്രഷ്യസ് മെറ്റീരിയൽസ് അക്വയർ ചെയ്യുന്നതിലും ഇത് പിന്നെ ബാധകമല്ല. അവിടെ എല്ലാം സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്തിരിക്കും. ഇതാണ് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. അപ്പോൾ ഈ യൂട്ടിലിറ്റി അനാലിസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ യൂട്ടിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കണം, മാർജിനൽ യൂട്ടിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കണം. യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ദി പവർ ഓർ ദ കപ്പാസിറ്റി ഓഫ് എ തിങ് ടു സാറ്റിസ്ഫൈ എ ഹ്യൂമൻ വാണ്ട് ഈസ് കോൾഡ് യൂട്ടിലിറ്റി. മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ദി അഡീഷണൽ യൂട്ടിലിറ്റി. അഡീഷണൽ യൂട്ടിലിറ്റി ദാറ്റ് എ പേഴ്സൺ ഗെറ്റ്സ് ഫ്രം ദി കൺസംപ്ഷൻ ഓഫ് എ കമ്മോഡിറ്റി ഈസ് കോൾഡ് അഡീഷണൽ യൂട്ടിലിറ്റി. അപ്പോൾ ഈ തിയറിയിൽ പറയുന്നത് അഡീഷണൽ യൂട്ടിലിറ്റി ഗോസ് ഓൺ ഡിമിനിഷിങ്. അഡീഷണൽ യൂട്ടിലിറ്റി ഡിമിനിഷ് ചെയ്തുകൊണ്ടിരിക്കും ആസ് എ പേഴ്സൺ കൺസ്യൂസ് മോർ ആൻഡ് മോർ യൂണിറ്റ്സ് ഓഫ് ദി സെയിം കമ്മോഡിറ്റി അറ്റ് ദി സെയിം ടൈം. ഇതാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ വിശ്വസിച്ച്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാവരും നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.